എല്ലാവർക്കും വർക്ക്ഷോപ്പ് മലയാളത്തിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൈക്കിന് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോവാണ്. എളുപ്പത്തിൽ വീട്ടിൽ വെച്ചാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഏകദേശം ഒരു 40 രൂപ കോസ്റ്റിൽ നമുക്കിത് ചെയ്തു തീർക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ടാങ്കിൽ സെൻസറും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റിയതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അഴിക്കുന്നതെന്നോ ടാങ്കിന് അഴിച്ചെടുക്കുന്നതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കാർഡിൽ വിടാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാവും. അപ്പോൾ ഒന്ന് കണ്ടതിന് ശേഷം മാത്രമേ ഒന്ന് അഴിച്ച് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ അഴിക്കാനുള്ള നമ്മുടെ ആ ഒരു നോബാണ്, നമ്മുടെ പെട്രോളിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു നോബാണ് റിസർവിലേക്ക് ഓണിലേക്ക് ഇടുന്നത്. അപ്പോൾ ആ നോബ് അഴിക്കാനായിട്ട് അതിനകത്ത് 2 8mm ബോൾട്ടുകളുണ്ട്. അപ്പോൾ അതൊരു 8mm സ്പാനർ ഉപയോഗിച്ച് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു നോബും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ 2 ഹോൾസും നമ്മളൊന്ന് നന്നായിട്ട് അടയ്ക്കണം, വാട്ടർ സീൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഫൈബറിൻ്റെയോ അല്ലെങ്കിൽ പ്ലൈവുഡിൻ്റെ കഷ്ണങ്ങളോ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു ഫൈബറിൻ്റെ പീസാണ്. അപ്പോൾ നമ്മൾ ആ ഒരു അളവ്, ആ ഒരു സ്ക്വയർ നോക്കിയിട്ട് ഏകദേശം കണക്കാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സെൻസറിൻ്റെ ആ അളവ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഹോൾസ് മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെയുള്ള ആ ബോൾട്ടിലേക്ക് കറക്റ്റ് ഒന്ന് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആ ബോട്ടിൽ വെച്ച് ടൈറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. കറക്റ്റ് ആക്യുറേറ്റ് ആണെന്നില്ല, ഏകദേശം നമുക്ക് ആ ഹോൾസ് ഒന്ന് കറക്റ്റായി വന്നാൽ മതി. അപ്പോൾ അത് കണക്കാക്കി ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ 2 നമ്മൾ ഇതുപോലെ ഒന്ന് ഏകദേശം കണക്കാക്കി മാർക്ക് ചെയ്താൽ മതി. ഇനി നമ്മളത് മാർക്ക് ചെയ്തു. ഇനി നമുക്കൊന്ന് ഡ്രില്ല് ചെയ്ത് കുറച്ച് ഹോൾസ് ഇടണം. അപ്പോൾ ഏകദേശം നമ്മൾ ഹോൾസ് എല്ലാം ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇട്ടപ്പോൾ കറക്റ്റ് സൂട്ടാവുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ താഴെ നമ്മൾ ഏകദേശം കണക്കാക്കി നമ്മൾ ഡ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റബ്ബറിൻ്റെ ഒരു പാഡോ അല്ലെങ്കിൽ നമുക്ക് ടയറിൻ്റെ ഉള്ള ട്യൂബൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് റബ്ബറിൻ്റെ പാഡുണ്ട്. അപ്പോൾ അത് ഏകദേശം ഈ ഒരു അളവ് വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ സീൽ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വാട്ടർ സീൽ ചെയ്യാനാണ്. അപ്പം വെള്ളം പുറത്തേക്ക് ലീക്ക് ആവരുത്. അപ്പോൾ നമ്മൾ വെറുതെ ആ ഫൈബറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്ലൈവുഡ് വെച്ചാൽ മാത്രം ടൈറ്റ് ആവത്തില്ല. അപ്പോൾ റബ്ബർ സീൽ വെക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു റബ്ബറിൻ്റെ പീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി ടാങ്ക് ഒന്ന് നിവർത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കാരണം അതിനുള്ളിൽ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കുലിക്കൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകണം. അപ്പോൾ പച്ചവെള്ളം ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ടാപ്പ് വാട്ടർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കഴുകുന്നത്. ജസ്റ്റ് ഒന്ന് ഉള്ളിലെ പൊടിയും കാര്യങ്ങൾ, നമുക്ക് തുരുമ്പൊക്കെ ഉണ്ടാവും, അതിൻ്റെ അംശമൊക്കെ ഉള്ളതൊക്കെ പൊടിഞ്ഞ് കിടക്കുന്നതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിയൊക്കെ ഒന്ന് പോയോ നോക്കിയിട്ട് 1 2 വട്ടം നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ടാങ്കിലെ വെള്ളമെല്ലാം കളഞ്ഞ് നമ്മൾ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ആ ബേക്കിലെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ റബ്ബറിൻ്റെ പാഡ് വെച്ച് നമ്മൾ ഫുള്ളൊന്ന് വാട്ടർ സീൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഫൈബറിൻ്റെ പീസൊക്കെ വെച്ചിട്ട് നമ്മൾ ആ അഴിച്ചെടുത്ത ആ നട്ടൊക്കെ വെച്ച് നമ്മളൊന്ന് ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് ജാമായി ഇരുന്നോളും. അപ്പോൾ റബ്ബർ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ലീക്കാവത്തുമില്ല. അപ്പോൾ നമ്മൾ 2 ഹോൾസ് ഏകദേശം അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളമൊന്നും ലീക്കാവത്തില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുള്ളൊന്ന് ക്ലോസ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കണം. അപ്പോൾ അതിനു മുമ്പ് അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഡെമോ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ തുരുമ്പെടുത്തൊരു ഇരുമ്പിൻ്റെ കഷ്ണം എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പച്ചിരുമ്പിൻ്റെ ആണിയാണ് നമുക്ക് വേണ്ടത്. പച്ചിരുമ്പാണ്. അപ്പം ഏറ്റവും എളുപ്പത്തിൽ കിട്ടാനുള്ളത് ആണി ആയതുകൊണ്ടാണ് പച്ചിരുമ്പിൻ്റെ ആണി എടുത്തത്. അതിനുശേഷം 1 ലിറ്റർ വെള്ളം വേണം. ഏകദേശം ഒരു 1 ലിറ്ററോളം വെള്ളമുണ്ട്. അത് നമ്മൾ ആ കപ്പിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് വേണ്ടത് വാഷിംഗ് സോഡയാണ്, അതായത് അലക്കുകാരെന്ന് പറയും. അത് ഏകദേശം ഒരു 2 സ്പൂണൊക്കെ ഇടാം. അതിങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഏകദേശം ഒരു 2 3 സ്പൂണൊക്കെ ഇട്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഗ്ലൗസ് യൂസ് ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാഷിംഗ് സോഡ നമ്മുടെ കയ്യിലായിട്ടുണ്ടെങ്കിൽ തൊലിയൊക്കെ പൊളിഞ്ഞു, ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് വരാതിരിക്കാനാണ്. പിന്നെ നമ്മൾ റെഡ് പോസിറ്റീവും ബ്ലൂ നെഗറ്റീവുമാണ്. അപ്പോൾ ബ്ലാക്ക് അല്ല, നമ്മളിപ്പോൾ തൽക്കാലം നെഗറ്റീവ് കാണിക്കാൻ വേണ്ടി ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവിലേക്കാണ് നമ്മൾ ഈ ഒരു തുരുമ്പുള്ള ആ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുരുമ്പ് എന്തിൽ നിന്ന് കളയണമെന്നുണ്ടോ ആ ഒരു ഭാഗം നമ്മൾ എപ്പോഴും നെഗറ്റീവിലാണ് അത് കണക്ട് ചെയ്യുക. തിരിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിവേഴ്സായിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുക. അതുകൊണ്ട് തുരുമ്പ് പോവില്ല.
നമ്മൾ എപ്പോഴും നെഗറ്റീവിൽ ആ ഒരു തുരുമ്പുള്ള ഭാഗം കണക്ട് ചെയ്യുക, പോസിറ്റീവിലേക്ക് നമ്മുടെ പച്ചിരുമ്പ് കണക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആണിയാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാവുക, പച്ചിരുമ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആണി യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് പച്ചിരുമ്പിൻ്റെ ചെറിയ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആണിയെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു പോസിറ്റീവ് കണക്ഷനിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ്. ഇത് നമ്മുടെ സപ്ലൈ യൂണിറ്റ് ആണ്, 12 വോൾട്ട് 5 ആംസിൻ്റെ ആണ്. അതുപോലെ ഞാനത് ഡയോഡ് കൊടുത്ത് DC-യിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം SMPS യൂസ് ചെയ്യാം, അതിനകത്ത് ഏകദേശം 12 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, അതുപോലെ നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റും വരാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. അപ്പോൾ നമ്മളിനി ഒന്ന് പ്ലഗ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം റിയാക്ഷൻ നടക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ നമ്മളൊന്ന് സ്വിച്ച് ഓൺ ആക്കി. അപ്പോൾ നിങ്ങൾക്ക് ബബിൾസ് വരുന്ന കാണാൻ സാധിക്കും. ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ റിയാക്ഷൻ്റെ ആ ഒരു വർക്കിംഗ് ഒക്കെ അറിയാനായിട്ട്. ഇത് ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തുരുമ്പെല്ലാം ഇളകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് 5 ആംസിലായതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ തുരുമ്പ് ഇളകുന്നത്. അതൊരു 2 ആംസൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പം ഇച്ചിരി ആംബിയർ കൂടിയ ട്രാൻസ്ഫോമർ സപ്ലൈ യൂസ് ചെയ്യുക. അപ്പോൾ ഏകദേശം തുരുമ്പെല്ലാം ഇളകിപ്പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് ബൈക്കിൽ ചെയ്യുമ്പോൾ, ടാങ്കിൽ ചെയ്യുമ്പോൾ ഏകദേശം 12 മണിക്കൂറോളം വെക്കുന്നുണ്ട്. എന്നാലാണ് ഒരു 70-80% തുരുമ്പ് ഇളകി വരുള്ളൂ. അപ്പോൾ നമ്മൾ ടാങ്കിൽ ഒഴിക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ആണി ഇതുപോലെ എടുത്ത് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസിൽ നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ടാങ്കിൽ കോൺടാക്റ്റ് വരാതിരിക്കാനാണ് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് വെച്ചിരിക്കുന്നത്. നമ്മളൊരു കുപ്പീൻ്റെ കഷ്ണമാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആണി ഇറക്കി വെച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിനി അതിനകത്തേക്ക് ഒഴിക്കാനുള്ള സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 8 തൊട്ട് 10 സ്പൂണ് വാഷിംഗ് സോഡ ഉപയോഗിക്കാം. കൂടിപ്പോയിന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഏകദേശം ഒരു അളവ് പറഞ്ഞതേ. അപ്പോൾ അത് കണക്കാക്കി ഇട്ടാൽ മതി. ഇച്ചിരി കൂടിയെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് ആ ഒരു സൊല്യൂഷൻ നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഒരു ചോർപ്പയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഫുൾ അതിനകത്തേക്ക് ഒഴിച്ചു. ഇനി അതിന് ശേഷം നമ്മുടെ ടാങ്ക് ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് പച്ചവെള്ളം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനത് പൈപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിറയ്ക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിറഞ്ഞ് മെത്തിപ്പോവും. അപ്പോൾ സൈഡിൽ കൂടെ ഒഴുകി പുറത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ ഡ്രെയിനിൻ്റെ ഒരു പൈപ്പ് സൈഡിലുണ്ടല്ലോ പച്ചവെള്ളമൊക്കെ പോകാനായിട്ട്, അതിലൂടെ പുറത്തേക്ക് തള്ളി വരും. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നിറയ്ക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കുക. അപ്പോൾ നിറഞ്ഞു പോയി. ഇനി അത് കുറച്ച് സ്പേസ് ഉണ്ടാവും, എയർ ജാമായിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കപ്പിയിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സൈഡിൽ ടാങ്കിൻ്റെ 2 സൈഡിലൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ വെള്ളം അതിനകത്തേക്ക് ഫില്ലാവും. അപ്പോൾ ഏകദേശം ഒരു അതിൻ്റെ നെക്കോളം നിറഞ്ഞ് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് ഏകദേശം ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തുരുമ്പുള്ളത് ടാങ്കിലായതുകൊണ്ട് തന്നെ നെഗറ്റീവ് ടാങ്കിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ പെയിൻ്റ് ഇല്ലാത്തൊരു ഭാഗത്ത് വേണം ഇത് കണക്ട് ചെയ്യാനായിട്ട്, എന്നാലേ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ, ഇല്ലെങ്കിൽ സപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു ബോൾട്ട് ടൈറ്റ് ആക്കുന്നൊരു ഭാഗമുണ്ട്, നമ്മുടെ ആ ഒരു നെട്ടും ബോൾട്ടൊക്കെ ടൈറ്റ് ആക്കുന്നത്. അപ്പോൾ അവിടെ പെയിൻ്റ് ഇല്ല, അപ്പോൾ ആ ബോട്ടിലേക്കാണ് നമ്മളത് ടൈറ്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ സപ്ലൈ കൊടുക്കുവാണ്. നമ്മുടെ പോസിറ്റീവ് കണക്ഷൻ നമ്മൾ ഓൾറെഡി ആ ഒരു ഭാഗത്ത് നമ്മൾ പിടിപ്പിക്കുന്നത് കാണിച്ചായിരുന്നു വീഡിയോയിൽ. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമ്മൾ ടച്ച് ചെയ്തപ്പം സ്പാർക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഓക്കെയാണ്. നമ്മളിനി ബോഡിയിൽ ടച്ച് ആവാത്ത രീതിയിൽ ആ ഒരു സൊല്യൂഷനിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെക്കുക. അപ്പം ബോഡിയിൽ ടച്ച് ആവുകയില്ല, സൊല്യൂഷനിൽ മുങ്ങി കിടക്കുകയും ചെയ്യണം. ടച്ചായ വർക്ക് ചെയ്യില്ല. അപ്പോൾ ബബിൾസ് വരുന്ന കാണാം. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനടുത്തായ ഒരു അവസ്ഥയാണ്. ഏകദേശം തുരുമ്പെല്ലാം പൊങ്ങി മുകളിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 8 മണിക്കൂറായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. തുരുമ്പൊക്കെ പൊങ്ങി ഒരു 10-60% തുരുമ്പ് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം 12 മണിക്കൂറോളം സമയമായിട്ടുണ്ട്. അപ്പം ഒരു 80% തുരുമ്പ് നമ്മുടെ ആ ഒരു മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ആണിയിലൊക്കെ പിടിച്ചിരിപ്പുണ്ട്, മുകളിലും ഉണ്ട്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. ഞാനൊരു ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോൾ വെച്ചതാണ്. അപ്പം രാത്രി ഒരു 12 മണിയോളം സമയമായി. അപ്പം മൊത്തം തുരുമ്പും കാര്യങ്ങളൊക്കെ മുകളിലോട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി അത് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു അതിനുള്ള സൊല്യൂഷനൊക്കെ നമ്മളൊന്ന് പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇരുട്ടായതുകൊണ്ടാണ് കുറച്ച് ക്ലാരിറ്റി കുറവുള്ളത്. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഊറ്റി കളഞ്ഞ ശേഷം അതിൻ്റെ പുറകിൽ നമ്മൾ ആ കവർ ചെയ്ത് വെച്ചിരുന്ന ആ റബ്ബറിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ടാങ്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം. ഞാൻ ആ കഴുകുന്ന കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടില്ല, കാരണം വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ്. നമ്മൾ നന്നായിട്ട് കഴുകുക, കാരണം അതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഫുള്ള് പോകുന്ന രീതിയിൽ നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം. അപ്പോൾ ടാങ്ക് കഴുകിയ ശേഷം നന്നായിട്ട് വെയിലത്ത് ഉണക്കിയെടുക്കണം. ഇപ്പോൾ നല്ല ചൂടുള്ള വെയിലത്ത് വെച്ച് ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. വെള്ളവും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടാങ്ക് അഴിച്ചെടുക്കാൻ തിരിച്ച് സെറ്റ് ചെയ്യാനൊക്കെ സംശയം ഉണ്ടെങ്കിൽ, സെൻസർ കഴിക്കാൻ സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കാർഡിൽ വിടാം.
അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.